നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. കേരളത്തെ സോമാലിയയോട് തുല്യപ്പെടുത്തിയ നരേന്ദ്രമോദി വൻ വിവാദത്തിൽ. കേരളത്തോട് മോദി മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ അവഹേളിച്ചുവെന്ന് കാരാട്ട്. യാഥാർത്ഥ്യത്തോട് മുഖം തിരിച്ചിട്ട് കാര്യമില്ലെന്ന് കുമ്മനം. മോദി പ്രചാരണത്തിന് തൃപ്പൂണിത്തുറയിൽ. പാമോലിൻ കേസിൽ വിചാരണ തുടരാമെന്ന് സുപ്രീം കോടതി. ആരെയും ഈ ഘട്ടത്തിൽ കുറ്റവിമുക്തരാക്കില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന് സംസ്ഥാന സർക്കാരിന് വിമർശനം. റിവിഷൻ ഹർജി ഹൈക്കോടതിയിലുണ്ടെന്ന സംസ്ഥാനവാദം തെറ്റ്. സോളാർ കമ്മീഷന് സരിത തെളിവുകൾ കൈമാറി. ഉമ്മൻചാണ്ടിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് സരിത. പല അഴിമതി ഇടപാടിനും തന്നെ ഉപയോഗിച്ചു. ആര്യാടനും വിഷ്ണുനാഥിനും ഹൈബിക്കുമെതിരെ വെളിപ്പെടുത്തൽ. കേരളം താങ്ങാത്ത കാര്യങ്ങൾ മറ്റന്നാൾ കമ്മീഷന് മുൻപാകെ പറയും. ജിഷ കൊലക്കേസിൽ തെളിവ് ശേഖരണം പൊളിഞ്ഞതോടെ പോലീസ് വെട്ടിൽ. 5 പേർ കൂടി കസ്റ്റഡിയിൽ. പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് മനേകാ ഗാന്ധി. നരാധമന്മാരെ സർക്കാർ സഹായിക്കുന്നുവെന്ന് VS. വീഴ്ച പറ്റിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് സാജു പോൾ. ഉത്തരാഖണ്ഡിൽ ഹരീഷ് റാവത്ത് സർക്കാർ വിശ്വാസ വോട്ട് നേടിയെന്ന് സുപ്രീം കോടതി. റാവത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരികെ വരാം. രാഷ്ട്രപതി ഭരണം കേന്ദ്രം പിൻവലിച്ചു. ജനാധിപത്യ ഹത്യ നടക്കില്ലെന്ന് മോദി പഠിച്ചതായി രാഹുൽ ഗാന്ധി. ഫോൺ വിളി മുറിയലിന് ഉപഭോക്താക്കൾക്ക് കമ്പനി നഷ്ടപരിഹാരം നൽകേണ്ട എന്ന് സുപ്രീം കോടതി. ട്രായ് ഉത്തരവ് റദ്ദാക്കി. നികുതി വെട്ടിപ്പ് കേസിൽ അമിതാഭ് ബച്ചനെതിരെ അന്വേഷണത്തിന് സുപ്രീം കോടതി അനുമതി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ SP ത്യാഗിയെ സംശയമുണ്ടെന്ന് ഇടനിലക്കാരൻ. സോണിയാഗാന്ധിയെ കണ്ടിട്ടില്ല. UPA മോദി സർക്കാരുകൾക്ക് ബന്ധമില്ല. UPA ഭരണകാലത്ത് ഇടനിലക്കാരൻ 180 തവണ ഇന്ത്യ സന്ദർശിച്ചതിന് തെളിവ്. വരൾച്ച നേരിടാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകണമെന്ന് സുപ്രീം കോടതി. ദുരന്ത നിവാരണ മാനുവൽ പരിഷ്കരിക്കണം. ദുരിതാശ്വാസ നിധി രൂപീകരിക്കണം. കേരളത്തിൽ 2 ദിവസം കൂടി കനത്ത മഴ എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. പ്രധാനമന്ത്രിയുടെ സോമാലിയ പരാമർശ വിവാദം കൊഴുക്കുന്നു. പ്രധാനമന്ത്രി തെറ്റുതിരുത്തി കേരളീയരോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. പരാമർശം കേരളത്തെ അപമാനിക്കൽ ആണെന്നായിരുന്നു CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതികരിച്ചത്. അതേസമയം മുഖ്യമന്ത്രി വസ്തുതകൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്ന് BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേരളത്തെ സോമാലിയോട് ഉപമിച്ച പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. കേരളം സോമാലിയാണെങ്കിൽ ഇന്ത്യയും സോമാലിയല്ലേ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. പ്രധാനമന്ത്രി തെറ്റിദ്ധരുത്തി കേരളീയരോട് മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. Speech Mr. Modi made was insulting to the people of Kerala, insulting to the whole history of the development of Kerala. Is a person who's obviously not had an elementary understanding of the social gains and advances made in Kerala. അതേസമയം മുഖ്യമന്ത്രി യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്ന് പറഞ്ഞ BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പ്രധാനമന്ത്രിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. വസ്തുതകൾ വ്യക്തമായി സത്യം വെട്ടിത്തുറന്ന് പറയുന്നവർ അവർ നാട് നന്നാകണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ CPM നേതാവ് A.A. റഹീം, കോൺഗ്രസ് നേതാവ് PS സലീം, BJP നേതാവ് MS കുമാർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തൃപ്പൂണിത്തുറയിൽ പുരോഗമിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാമർശം അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുമുണ്ട്. ആദ്യം ശ്രീ MS കുമാർ, എന്തടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തെയും സോമാലിയയും ഉപമിച്ചത് എന്ന ചോദ്യം പരക്കെ ഉയരുകയാണ്. BJP നേതൃത്വം അതിന് മറുപടി പറയേണ്ടി വരികയും ചെയ്യും. കേരളത്തിൻ്റെ വികസന പിന്നോക്കാവസ്ഥ അത് സൂചിപ്പിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത് എങ്കിൽ ഈ ഒരു താരതമ്യത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നതാണ് എല്ലാവരും ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പ്രധാനമന്ത്രിക്ക് വസ്തുതാപരമായി ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് വേണ്ടേ പ്രതികരിക്കാൻ? അതല്ലാതെ അതിനൊപ്പം നിന്നുകൊണ്ടാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനും ഇന്ന് പ്രതികരിച്ചത്. ഏത് രീതിയിൽ, ഏത് മേഖലയിലാണ് കേരളത്തെയും സോമാലിയയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയുക? നമുക്ക് കണക്കുകൾ വെച്ച് വേണമല്ലോ സംസാരിക്കേണ്ടത്. ശ്രീ MS കുമാർ, താങ്കൾക്ക് കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ PS സലീം, കോൺഗ്രസ് നേതാവ് കൂടി നമ്മളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ സലീം, ഇന്ന് മുഖ്യമന്ത്രിയും മറ്റു കോൺഗ്രസ് നേതാക്കളുമൊക്കെ പ്രധാനമന്ത്രിയെ ഈ വിഷയത്തിൻ്റെ പേരിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. ശരിയാണ്, കേരളവും സോമാലിയയും തമ്മിൽ വികസനത്തിൻ്റെ കാര്യത്തിലോ
സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലോ ഒന്നും ഒരു താരതമ്യവുമില്ല എന്ന് നമുക്ക് കണക്കുകൾ വെച്ച് തന്നെ സംസാരിക്കാൻ കഴിയും. പ്രധാനമന്ത്രി ഉപയോഗിച്ച സോമാലിയ എന്ന വാക്ക് മാറ്റി നിർത്തിയാൽ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കേരള മോഡൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളിലും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നല്ല ബോധ്യവുമുണ്ട്. ആ നിലയ്ക്ക് ആ വിഷയത്തെ ഒരു പോസിറ്റീവായ ചർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതിന് പകരം കേവല രാഷ്ട്രീയ ചർച്ചകൾക്കായി മാറ്റുകയല്ലേ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല വിജയകുമാർ, ഇതിലൊരു ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു പോസിറ്റീവായ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ഒരു വാക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പം BJPയുടെ നേതൃത്വ ഗവൺമെൻറ് ദില്ലിയിൽ അധികാരത്തിൽ വരുമ്പോൾ എല്ലാവരും പങ്കുവെച്ച ഒരു ആശങ്ക കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയെ ഒന്നായി കാണുന്ന ഒരു മാനസികാവസ്ഥ ഇവർക്കുണ്ടോ എന്നുള്ളതായിരുന്നു. പ്രധാനമന്ത്രി കേരളം പോലെ സമ്പൂർണ്ണ സാക്ഷരതയുടെ നെറുകയിൽ നിൽക്കുന്ന ഒരു വികസിത സംസ്ഥാനമായ കേരളത്തെ സൊമാലിയോട് ഉപമിക്കുന്നു എന്ന് പറയുമ്പോൾ ആ താരതമ്യം പോലും എല്ലാ സാധാരണ ചിന്തകൾക്കും അതീതമായി ഒരു സംസ്ഥാനത്തെ അപമാനിക്കാൻ ബോധപൂർവം ഉപയോഗിച്ച വാക്കുകൾക്കപ്പുറത്ത് മറ്റൊരു ചർച്ചയ്ക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരം ഒരു വേദിയിൽ, അത് തെരഞ്ഞെടുപ്പ് വേദിയിലാണെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെങ്കിലും, ഒരിക്കലും ഒരു അക്കാഡമിക് ചർച്ച എന്ന നിലയിൽ നമുക്ക് ഈ പരാമർശത്തെ കാണാൻ കഴിയില്ല. മറ്റേത് കാര്യങ്ങളും രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമാണെങ്കിലും അഭിപ്രായം ഐക്യമാണെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സ്വാഭാവികമായും കേരളവും രാജ്യവും ഗൗരവപൂർവ്വം കാണുന്ന ഒന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പദപ്രയോഗം ഒരു സംസ്ഥാനത്തെ ആകമാനം അപമാനിക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്ന് മനസ്സിലാവുന്നില്ല. കുമ്മനം രാജശേഖരൻ പ്രധാനമന്ത്രിയെ ന്യായീകരിച്ചതോടുകൂടി BJP കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വേദിയിൽ കൂടുതൽ പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ്. അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ വിശദീകരണവും പ്രത്യേകിച്ച് പറയുന്നത് പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത്. ഞാൻ MS കുമാറിനോട് നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. ശ്രീ MS കുമാർ, എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു താരതമ്യത്തിന് പ്രധാനമന്ത്രി മുതിർന്നത്? എന്ത് കണക്കിൻ്റെ പിൻബലമാണ് പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത്? കേരളത്തിൻ്റെ വികസന പിന്നോക്കാവസ്ഥ എന്ന് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ആക്ഷേപത്തിൻ്റെ അതാണ് പ്രധാനമന്ത്രി ഇവിടെ ഉന്നയിക്കാൻ ശ്രമിച്ചത് എങ്കിൽ അതിന് സോമാലിയയുമായി എങ്ങനെയാണ് കേരളത്തെ താരതമ്യം ചെയ്യുക? നമ്മളുടെ പക്കലുള്ള കണക്കുകളൊക്കെ ഉണ്ടല്ലോ. കേരളം അതിൻ്റെ വികസന കാര്യത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും മുകളിലാണ്. നമ്മൾ അത്തരമൊരു കണക്കെടുത്താൽ ആദ്യ 5-ൽ ഒട്ടുമിക്കതിലും കേരളമുണ്ട്. അങ്ങനെയാണ് വസ്തുത എന്നിരിക്കെ ഈ രീതിയിൽ സോമാലിയയുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഒരു പ്രസംഗം നരേന്ദ്രമോദി നടത്തിയത് എന്തടിസ്ഥാനത്തിലാണ്? അതൊരു പിശകായിരുന്നില്ലേ പ്രധാനമന്ത്രിക്ക് പറ്റിയത്? അത് BJP സംസ്ഥാന നേതാക്കൾ തിരുത്താൻ തയ്യാറാവുകയല്ലേ ഈ ഘട്ടത്തിൽ വേണ്ടത്? അല്ല, ശ്രീ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നമ്മളെല്ലാം കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ 2 ദിവസമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആ വാചകവും അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളും ഉപയോഗിക്കും എന്നതുകൊണ്ട് അത് പരമാവധി ഉപയോഗിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഭാവനയിൽ നിന്നുണ്ടാക്കി പറഞ്ഞ ഒരു വാർത്തയല്ല. ഞാൻ ഇങ്ങനെ ഒരു വാർത്ത ഒരു പത്രത്തിൽ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പത്രം നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ കണ്ടതല്ലേ. പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത, അത് ഒരു ആദിവാസി, ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിൽ നിന്നൊരു ബാലൻ ഇങ്ങനെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ദയനീയമായ ചിത്രം ഞാൻ കണ്ടു. ഇത്തരം ചിത്രങ്ങൾ പിന്നെ കാണാൻ കഴിയുന്നത് സോമാലിയയിലാണ് എന്ന ഒരു പദപ്രയോഗം ഒരു അലങ്കാരികമായി ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ അതിനെ പിടിച്ച് ഇത്ര വലിയ ചർച്ചയോ വിവാദമൊന്നും ആക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നെയ്തെടുത്ത ഒരു കള്ളക്കഥയാണ് പറഞ്ഞെങ്കിൽ ഓക്കെ. ഇത് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച കാര്യം, അദ്ദേഹം കണ്ട കാര്യം അദ്ദേഹം ആവർത്തിച്ചൊരു പൊതുയോഗത്തിൽ.
അത് കേരളത്തിൽ ഇന്ന് ഒരു ജനസമൂഹം അത്തരത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദുഃഖകരമാണ് എന്ന് പറയാനുള്ള അവകാശം ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം BJP നേതാവും കൂടിയാണ്, അദ്ദേഹത്തിനില്ലേ? ശ്രീ എം എസ് കുമാർ, ലോകത്ത് പട്ടിണി കൊണ്ട് മനുഷ്യർ മരിച്ചു വീഴുന്ന ഒരു രാജ്യമാണ് സോമാലിയ എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പട്ടിണിയുടെ കാര്യം പറയുമ്പോൾ ആദ്യം നമ്മൾ സോമാലിയയുടെ കാര്യം പറയുകയും ചെയ്യും. കേരളത്തിൽ ഇത്തരം ഒരു ചിത്രം ഒരു പത്രത്തിൽ വന്നു എങ്കിൽ, അങ്ങനെ ഒരു വാർത്ത ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു എങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് അക്കാര്യത്തിൽ ഒരു വിശദീകരണവും ഉണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരൊറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ കാണാതെ കേരളത്തെ പോലെ ഈ മേഖലയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്ന ഒരു സംസ്ഥാനം, നമ്മൾ കണക്കുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആവർത്തിക്കുന്നത്, കണക്കുകൾ വ്യക്തമാക്കുന്ന ഒരു സംസ്ഥാനത്തെ സോമാലിയയുമായി താരതമ്യം ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗം നടത്തിയത് പ്രധാനമന്ത്രിയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് അല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ നിലയിൽ വസ്തുതാപരമായ പിഴവുകൾ ഉണ്ടാവാതെ നോക്കണമായിരുന്നു പ്രധാനമന്ത്രി. അത് തെറ്റുപറ്റിയെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രി ഇന്നലെയും ഇന്നും ആവർത്തിക്കുന്നു, ഇന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ പ്രസംഗിക്കുകയാണ്, ആ പിഴവ് പരിഹരിക്കണം, അത് തെറ്റാണെന്ന് പറയണം, അതല്ലേ വേണ്ടത്? അല്ല, മുഖ്യമന്ത്രി ഇത് എപ്പോഴാണ് തിരുത്തിയത്? ശ്രീ നരേന്ദ്രമോദി ഇത് ചൂണ്ടിക്കാണിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി തിരുത്തിയത്. ഇത്ര ദയനീയമായ ഒരു ചിത്രം ഒരുപക്ഷെ ലോകത്ത് സൊമാലിയയിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് കാണാനിടവന്നത് നിർഭാഗ്യകരമാണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും വിശദീകരണവുമായി ഇന്ന് രംഗത്ത് വന്നതും. ഈ ചിത്രം വന്നപ്പോഴൊന്നും അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. അത് കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ ജനങ്ങൾ കണ്ടതല്ലേ. പല കാരണങ്ങളുണ്ടാവാം, പക്ഷെ അതല്ല ഇന്ന് പറഞ്ഞതാണ് വസ്തുത എന്ന് അന്ന് പറയാമായിരുന്നില്ലേ? എങ്കിൽ പ്രധാനമന്ത്രിക്കോ മറ്റു ആൾക്കാർക്കോ ആ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ഒരു പ്രസംഗത്തിൽ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പൊതുയോഗത്തിൽ കേരളം നേരിടുന്ന പല പ്രശ്നങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഉദാഹരിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. കണ്ട കാര്യം, പത്രത്തിൽ കണ്ട കാര്യം. അത് സോമാലിയയിൽ മാത്രമേ ഇത്ര ചിത്രങ്ങൾ പിന്നെ കാണുകയുള്ളൂ. പണ്ട് എത്യോപ്യയിൽ കണ്ടിട്ടുണ്ടാവും, ഇടക്കാലത്ത് ശ്രീലങ്കയിൽ കണ്ടു. അങ്ങനെ ലോകത്ത് ഇത്തരം അനുഭവങ്ങൾ കാണുന്ന രാജ്യങ്ങളുടെ ചിത്രങ്ങളുമായി താരതമ്യപ്പെടുത്തി കാണും. അതിനെന്താ? അതൊരു വലിയ മഹാ അപരാധമായി ഒന്നും പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ അതിനേക്കാളെല്ലാം മെച്ചമാണ് സ്ഥിതിയെങ്കിൽ അത് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കും മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കും ഇല്ലേ? സാമൂഹ്യക്ഷേമ വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും അവരുടെ റിപ്പോർട്ട് അന്ന് തന്നെ പരിശോധിക്കുകയും ചെയ്തുവെന്നായിരുന്നു മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നൽകിയ വിശദീകരണം. അതൊരൊറ്റപ്പെട്ട സംഭവം. പക്ഷേ ഇവിടെ ശ്രീ A. റഹീം, ഇപ്പോൾ പ്രധാനമന്ത്രി സോമാലിയയെ ഉദാഹരിച്ച് സംസാരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റു ചില വസ്തുതകൾ കൂടി പരിശോധിക്കണമല്ലോ. നമ്മളുടെ കേരളത്തിലെ ആദിവാസി മേഖലയിൽ കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ നവജാത ശിശുക്കളുടെ മരണം, പോഷകാഹാരക്കുറവ് മൂലമുള്ള കുട്ടികളുടെ മരണം, ഇത് വലിയ തോതിൽ കൂടി വരുന്നുവെന്നാണ് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ദേശീയ തലത്തിൽ ദേശീയ ശരാശരിക്ക് താഴെ ആയിരിക്കാം ഇപ്പോഴും ആ കണക്കെങ്കിലും അത് കൂടുന്നുണ്ട്, അത്തരം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് കൃത്യമായി അതിലിടപെട്ട് വേണ്ട രീതിയിൽ അത് കുറച്ചുകൊണ്ട് വരുന്നതിനോ അതിന് ക്രിയാത്മകമായി ഇടപെടുന്നതിനോ അവിടെ കഴിയാതെ വരുന്നു എന്നത് ഈ കണക്കുകൾ, ഈ വർദ്ധിച്ചു വരുന്ന കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിരുന്നില്ലേ നമ്മളുടെ ഇത്തരം മേഖലയിലെ പിന്നോക്കാവസ്ഥ സംബന്ധിച്ചുള്ള ഈ കണക്കുകൾ? അത് നരേന്ദ്രമോദി സോമാലിയയുമായി ബന്ധപ്പെട്ട് ഈ പ്രസംഗം നടത്തിയപ്പോൾ കേരളം വളരെ സുരക്ഷിതമായ ഈ രീതിയിലടക്കം വളരെ സാമൂഹിക ജീവിത ക്രമങ്ങളുടെയൊക്കെ കണക്ക് പരിശോധിച്ചാലും കേരളം വളരെ സുരക്ഷിതമായ ഒരു സംസ്ഥാനമാണെന്ന UDF-ന്റെ ആ അവകാശവാദത്തെ പിന്തുണയ്ക്കുകയാണ് ഇവിടെ ഇടതുമുന്നണിയും ചെയ്തു കണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ മുന്നിൽ ഇപ്പോൾ സോമാലിയ മാറ്റി നിർത്താം, ആ ഉദാഹരണം മാറ്റി നിർത്താം. നമ്മളുടെ അട്ടപ്പാടിയിലെ കണക്കുകൾ നമുക്കറിയാം, മറ്റ് ആദിവാസി മേഖലകളിലെ കണക്കുകൾ നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ നമ്മൾ പെരുമ്പാവൂരിലെ ജിഷയുടെ കൊലപാതകത്തിനിടയാക്കിയ സാമൂഹിക യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിലുണ്ട്. അതിനെയൊക്കെ വെച്ചുകൊണ്ട് വേണ്ടേ ഈ വിഷയത്തെ സമീപിക്കാൻ? അതല്ലാതെ നരേന്ദ്രമോദി സോമാലിയയുമായി ഉദാഹരണം കേരളത്തെ താരതമ്യം ചെയ്തു എന്നതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് പോലും സാധ്യതയില്ലാത്ത മട്ടിൽ കൊട്ടിയടയ്ക്കുകയാണ് വാതിലുകളൊക്കെ ഇടതുമുന്നണിയും ചെയ്തത്. ശ്രീ വിജയകുമാർ, ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, കേരളം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ സാമൂഹികമായ മുന്നേറ്റം ലോകത്തിലെ പല രാജ്യങ്ങൾക്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്തതാണ്. അതാണ് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്. പക്ഷേ താങ്കളീ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ദാരുണമായ, ഇപ്പോഴും നമ്മുടെ കണ്ണുകളെ അറപ്പിക്കുന്ന നിരവധി കാഴ്ചകളുണ്ട്. ഒരുപാട് ഇനിയും നമ്മൾ മുന്നേറാനുണ്ട്. എൻ്റെ ചോദ്യം, HDI-യിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ മോദിയുടെ ഗുജറാത്ത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 12ാം സ്ഥാനത്താണ്.
അങ്ങനെയാണെങ്കിൽ ആ ഗുജറാത്തിൽ ഇതിനേക്കാൾ എത്രയോ ഭീകരമായ കാഴ്ചകളായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ ചോദ്യം. ഇവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിൽ എല്ലാം തുടച്ചു നീക്കിയെന്നല്ല, എല്ലാവർക്കും ഭൂമി ലഭിച്ചിട്ടില്ല. കേരളത്തിൽ എല്ലാവരും സുരക്ഷിതമായ വീടുകളിൽ അന്തിയുറങ്ങുന്നവരായി മാറിയിട്ടില്ല. കേരളത്തിൽ ഇപ്പോഴും ആദിവാസി ഊരുകളിൽ പട്ടിണി നിലനിൽക്കുന്നു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് നിരവധി ആൾക്കാർ പട്ടിണി മരണത്താൽ മരണപ്പെട്ടിട്ടുണ്ട്. പട്ടിണി കൊണ്ട് മരിച്ചവർ മദ്യപിച്ച് മരിച്ചതാണെന്ന് നിയമസഭയിൽ ഉൾപ്പെടെ അവഹേളിച്ചിട്ടുമുണ്ട്. അതെല്ലാം രാഷ്ട്രീയമായി ഞങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDF ഭരണകാലത്ത് ദളിത് ആദിവാസി മേഖലയെ റിജക്ട് ചെയ്ത് അവരതിനെ ബഹിഷ്കരിച്ചിരുന്ന, അവർ ആ മേഖലയിൽ തിരിഞ്ഞു നോക്കാതിരുന്ന നിരവധി പ്രശ്നങ്ങൾ സഭയ്ക്കുള്ളിൽ ഉയർത്തിയിട്ടുണ്ട്, അതാത് സന്ദർഭങ്ങളിൽ പുറത്തുയർത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ വളരെ വിശദമായി 2 പേജുകൾ ആദിവാസി വിഭാഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതുമാണ്. ഇവിടുത്തെ പ്രശ്നം നരേന്ദ്രമോദി ഉയർത്തിയ ആഹ്വാനമാണ്. കുമ്മനം രാജശേഖരൻ അതിനെ പിന്തുണയ്ക്കുന്നതാണ്. കേരളത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ കേരള ജനത പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന റബ്ബറിൻ്റെ വിലയിടിവിൽ ഈ ഗവൺമെൻറ് പറയാനുള്ളത് എന്തെങ്കിലും പറയുമോ എന്നായിരുന്നു. പെട്രോൾ ഡീസൽ വിലവർധനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വിലക്കയറ്റം, പൊറുതിമുട്ടുന്ന വിലക്കയറ്റം, അതിൽ കേരള സംസ്ഥാന സർക്കാരിന് ബാധ്യതയുള്ളതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് BJPക്കും ബാധ്യതയുണ്ട്. അതിൽ എന്താണ് ഗവൺമെൻറ് നിലപാട്? പാചകവാതക സബ്സിഡിയുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാട്? പാചകവാതകത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, എന്താണ് നിങ്ങളുടെ നിലപാട്? ഇത്തരത്തിൽ നീറുന്ന പ്രശ്നങ്ങൾ പറയേണ്ടിയിരുന്ന മോഡി കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം ചെയ്ത എന്തെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് പറയാതെ അദ്ദേഹം കടന്നാക്രമിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ അവർ പുതിയൊരു അജണ്ട വയ്ക്കുകയാണ്. ചർച്ചകളെ വഴിതിരിച്ചു വിടാൻ പരിശ്രമിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഫാസിസത്തിനെതിരായി രാജ്യമാകെ കത്തി നിൽക്കുന്ന രോഹിത് വെമുലയും അതോടൊപ്പം തന്നെ കനയ്യകുമാറുമെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമരമുണ്ട്. ആ സമരത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചു തൊടുന്നതിന് വേണ്ടിയും കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയും ബോധപൂർവം, ഒരു സ്ലിപ്പ് ഓഫ് ടങ് എന്നൊരിക്കലും പറയാനാകില്ല, വളരെ ബോധപൂർവം പറയുകയായിരുന്നു. അതുകൊണ്ടാണ് കുമ്മനം രാജശേഖരനും അത് ആവർത്തിച്ചത്. ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട പ്രശ്നം, റഹീമിലേക്ക് മടങ്ങി വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് താങ്കൾ ഉന്നയിച്ചത്. ഞാൻ MS കുമാറിനോട് അതിൻ്റെ ഒരു വിശദീകരണം കൂടെ തേടിയിട്ട് താങ്കളിലേക്ക് വരാം. ശ്രീ MS കുമാർ, ഇവിടെ കേരളത്തെ അപമാനിച്ചു എന്നതാണ് നമ്മൾ പൊതുവായി ഒരു വികാരമായി പലരും ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിന് കാരണം കൂടിയുണ്ട്. യുനിസെഫിൻ്റെ ഒരു കണക്കാണ് എൻ്റെ മുന്നിലുള്ളത്. യുനിസെഫിൻ്റെ ഏറ്റവും പുതിയ കണക്ക് അനുസരിച്ച് മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ, അത് ആ ലക്ഷ്യം പൂർത്തീകരിച്ച ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നാമതാണ് കേരളം. 1 കേരളം, 2 തമിഴ്നാട്, പിന്നെ മഹാരാഷ്ട്ര, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, അങ്ങനെ നീങ്ങുന്നു ആ പട്ടിക. 6 or 7 സംസ്ഥാനങ്ങളെ ഉള്ളൂ ആ ലക്ഷ്യം കൈവരിച്ചത്. അത് മികച്ച തോതിൽ കൈവരിച്ച സംസ്ഥാനമായി കേരളത്തെ യുനിസെഫ് തന്നെ, അന്താരാഷ്ട്ര ഏജൻസിയാണല്ലോ, യുനിസെഫ് തന്നെ അതിനെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അതിൽ 1ാം സ്ഥാനം, ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു കേരളം. സാക്ഷരതയുടെ കാര്യത്തിൽ 1ാമത്, ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ 1ാമത്, ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിൽ 1ാമത്, എല്ലാ വീടുകളിലും ശൗചാലയങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞതിൽ അതിലും ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഗുജറാത്ത് അതിൽ 15ാം സ്ഥാനത്താണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ് കേരളം. ഗുജറാത്ത് 14ാമതാണ്. അങ്ങനെ കണക്ക് വെച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിനും അഭിമാനം തോന്നുന്ന അല്ലെങ്കിൽ അസൂയ തോന്നുന്ന വളർച്ച ഈ സാമൂഹിക വികസന കാര്യത്തിൽ, ക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ കാര്യത്തിൽ കേരളത്തിനുണ്ട്. അങ്ങനെയുള്ള ഒരു കേരളത്തെയാണ് ഒരു പത്രവാർത്തയോടൊപ്പം വന്ന ഒരു ദൃശ്യത്തിൻ്റെ, ഒരു ചിത്രത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദി സൊമാലിയയുമായി താരതമ്യം ചെയ്തത്. അങ്ങനെയെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന കേരളത്തിൽ ഇങ്ങനെയും ചില ദുർവിധികൾ നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. നിങ്ങളെന്താ അങ്ങനെ കാണാത്തത്? ഇങ്ങനെയൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള കേരളത്തിൽ, വളരെയധികം ക്ഷേമ പരിപാടികൾ നടത്തിയെന്ന് അഭിമാനിക്കാൻ കഴിയുന്ന കേരളത്തിൽ ഇങ്ങനെയും ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആദിവാസി കുടിലുകളിൽ ദാരിദ്ര്യം പെരുകുന്നു. അവിടെ വിശപ്പ് സഹിക്കവയ്യാതെ മാലിന്യ കൂമ്പാരത്തിലേക്ക് കുട്ടികൾ ഓടിപ്പോകുന്ന ദയനീയമായ കാഴ്ചയും കാണുന്നു. ഇത് ശ്രീ നരേന്ദ്രമോദി ഉണ്ടാക്കി നമ്മുടെ മുമ്പിൽ പറഞ്ഞൊരു കഥയല്ല, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് ചിത്രത്തെ പറയുകയായിരുന്നു. വേറൊന്നുകൂടി ഞാൻ പറയാം. ശ്രീ റഹീം ഇവിടെ പല ചോദ്യങ്ങളും ചോദിച്ചു. അദ്ദേഹം വന്നാൽ റബ്ബറിൻ്റെ വിലയെ പറ്റി പറയുന്നു. റബ്ബറിൻ്റെ സബ്സിഡി ഉയർത്തിയെന്ന് അദ്ദേഹം അറിയില്ല. ഇറക്കുമതി ചുങ്കം ഉയർത്തിയ കാര്യം അദ്ദേഹത്തിന് അറിയില്ലേ? പരമാവധി ചെയ്യാൻ കഴിയുന്നത് ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ട് അതിന് പരിമിതികളുണ്ടെന്ന് അറിയാത്ത ആളല്ല റഹീം. മറ്റൊന്ന്, 50ഓളം മിനിറ്റ് ശ്രീ നരേന്ദ്രമോദി ഇവിടെ പ്രസംഗിച്ചു. പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. 60 വർഷക്കാലം കേരളത്തിൽ 2 മുന്നണികളും പട്ടാളക്കാർ നിന്ന് ഇത് ചെയ്യുന്ന പോലെ, വ്യായാമം ചെയ്യുന്നത് പോലെ ലെഫ്റ്റ് റൈറ്റ് എന്ന് അടിച്ചുകൊണ്ട് കേരളത്തെ വികസനം മുരടിപ്പിച്ചു.
കേരളത്തിൻ്റെ വളർച്ച നശിപ്പിച്ചു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട, അതല്ലേ ഒരു ആരോഗ്യകരമായ ചർച്ച. എന്തെല്ലാം കാര്യങ്ങൾ വ്യാവസായികമായി, കാർഷിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ കേരളം പിന്നോട്ട് പോയതിന്റെ കഥ അക്കമിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ രണ്ട് മുന്നണികളും അതിനെപ്പറ്റി മറുപടി പറയുന്നുണ്ടോ? 5 കൊല്ലം മാറി മാറി ഭരിക്കാമെന്ന് നടത്തുന്ന അഴിമതികളെ സർക്കാരുകൾ അതിനെ മൂടിവെക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ അവർ ഐക്യമാണെന്നും കേരളത്തിൽ വഴക്കാണെന്നും പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ആരോഗ്യകരമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ആ വിഷയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് 50 മിനിറ്റ് സംസാരിച്ചതിൽ ശ്രീ നരേന്ദ്രമോദി കണ്ട ഒരു ചിത്രത്തെ പരാമർശിച്ചതിനെ പിടിച്ചുകൊണ്ട് ഇത്തരം ചർച്ച നടത്തുന്നതിന്റെ ഉദ്ദേശം ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട അവർക്ക് അനുകൂലമായി മാറ്റാൻ വേണ്ടിയിട്ടാണ്. BJPക്കെതിരായി കേരള സമൂഹത്തെ ചിന്തിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം തെരഞ്ഞെടുത്ത ഒരു അജണ്ടയാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ എ റഹീം, താങ്കൾ എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു? അല്ല, ഇത് ശ്രീ MS കുമാർ പറയുകയാണ് കേരളത്തിൽ അദ്ദേഹം റബ്ബറിന്റെ വിലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, പെട്രോൾ ഡീസൽ വില. ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം മിണ്ടിയതേയില്ല. അദ്ദേഹത്തിന് അറിയാത്ത ആളല്ല, അദ്ദേഹം പറയാത്തതാണ്. കേരളത്തിൽ നിങ്ങൾ റബ്ബറിന്റെ ഇറക്കുമതി ഇന്ത്യയിലേക്ക് ഇറക്കുമതി അവസാനിപ്പിക്കാൻ നിങ്ങൾ കഴിയുന്നില്ല. കോൺഗ്രസും നിങ്ങളും ഒരേ നയം തുടരുന്നു. അതാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം. താങ്കൾ ഈ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ നീറുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് മുഴുമിപ്പിച്ചോട്ടെ ശ്രീ വിജയകുമാർ, കേരളത്തിൽ നീറുന്ന ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നുണ്ട് എങ്കിൽ ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് ഈ അടുത്ത കാലത്ത് പുറത്തു വന്നു. ശ്രീ യൂണിസെഫിന്റെ റിപ്പോർട്ട് വിജയകുമാർ അവതരിപ്പിച്ചാൽ കൗതുകപൂർവ്വം കേട്ടിരിക്കുകയായിരുന്നു. വളരെ അക്കാഡമിക് ഇൻട്രസ്റ്റോട് കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. വെൽത്ത് റിപ്പോർട്ടുണ്ട്. വെൽത്ത് റിപ്പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും അധികം അസമത്വം വർദ്ധിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. എന്തുകൊണ്ടാണ് ജിഷയെ പോലുള്ളവർ ഒറ്റമുറി വീടുകളിൽ അഭയം തേടേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ആദിവാസി ഊരുകളിൽ ഇത്രയും പട്ടിണി പെരുകുന്നത്? ഇതിന്റെ പ്രശ്നം ഇതേ രാജ്യത്ത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരുള്ളത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരുടെയും വലിയ മന്ദിരങ്ങളുടെയും മുമ്പിലാണ് ഇത്തരം കിടക്കാനില്ലാത്തവരുണ്ടാകുന്നത്. ഇത് ഇന്ത്യയിലെ പൊതുകാഴ്ചയാണ്. ഇന്ത്യയിൽ എവിടെയും ഇത്തരത്തിലുള്ള അസമത്വം വർദ്ധിക്കുന്നു. അത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ ഇത്ര കാണുന്നുണ്ട് എങ്കിൽ ഒരു സംശയവും വേണ്ട, ഗുജറാത്തിലും രാജസ്ഥാനിലുമെല്ലാം ഇതിന്റെ എത്രയോ 10 മടങ്ങ് കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാരണം നിങ്ങൾ തുടരുന്ന ഈ നയമാണ്. റബ്ബറിന്റെ ഇറക്കുമതി അവസാനിപ്പിക്കാനാകില്ല. പരിമിതിയെക്കുറിച്ച് താങ്കൾ പറയുന്നു. പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം കമ്പനികളെ ഏൽപ്പിച്ചപ്പോൾ സമരം ചെയ്തവരാണ് നിങ്ങൾ വന്നപ്പോൾ ഡീസലിന്റെ കൂടി ഏൽപ്പിച്ചു. നിങ്ങൾ തുടരുന്ന ഈ 91 മുതൽ കോൺഗ്രസും BJPയും ഒരേപോലെ തുടരുന്ന ഈ നയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കൂടുതൽ ജിഷമാരെ സൃഷ്ടിക്കുന്നത്, അതോടൊപ്പം തന്നെ കൂടുതൽ സമ്പന്നരെയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ സമ്പന്നർ കൂടുകയും ഇവിടുത്തെ സാധാരണക്കാരായ ദുർബലരായവരുടെ ദുരിതം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് സമ്പത്ത് കൂടുതൽ വെൽത്തിന്റെ ഈ അസമത്വം, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഈ അസമത്വം സൃഷ്ടിക്കുന്നത് നിങ്ങളാണ്. കേരള മോഡലാണെങ്കിൽ ഇതിനെല്ലാം മറികടക്കാനുള്ള പരിശ്രമമാണ് ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വരുമ്പോഴും ചെയ്യുന്നത്. അതിന് ഞങ്ങൾ കൂടുതൽ സബ്സിഡി കൊടുക്കും, ജനങ്ങൾ കൂടുതൽ സൗജന്യമായി വീട് വെച്ച് കൊടുക്കും. പോയതിനു ശേഷം ചർച്ചയിലേക്ക് വേഗത്തിൽ മടങ്ങി വരാം. दिल्ली की कांग्रेस की सरकार भ्रष्टाचार में उसका नाम न आया हो, ऐसी 2 വർഷം ഓർമ്മയുണ്ടാവും. ആ കാലത്തെ പത്രങ്ങളിലെ വാർത്തകൾ എടുത്ത് നോക്കിയാൽ മതി, ആ പത്രങ്ങൾ എടുത്താൽ മതി. എല്ലാ ദിവസവും ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ അഴിമതിയുടെ കഥകളാണ് വന്നുകൊണ്ടിരുന്നത്. വിവിധ മേഖലകളിൽ, കൽക്കരിയുടെ മേഖലയിൽ, പെട്രോളിന്റെ കാര്യത്തിൽ, അങ്ങനെ നിരവധി മേഖലകളിൽ ഏത് കാര്യത്തിലാണെങ്കിലും അതിൽ അഴിമതിയുടെ സ്ഥിതി. അതാണ് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവര് ഭരിച്ചിരുന്ന കാലത്ത് അവർ ചെയ്തിരുന്നത്. ഇത്രയും दिल्ली में जो कांग्रेस वाले बैठे हैं वो तो कोयले में चोरी करते हैं। कोयला खदानों में होता है, वहां अंधेरा होता है, अंधेरे में चोरी करते थे। लेकिन ये केरल के तो ऐसे नेता हैं कि चमकते सूरज में से चोरी करते हैं, सोलार में से चोरी करते थे। दिल्ली में कांग्रेस सरकार കൽക്കരിയാണ് അവര് വെട്ടിപ്പിന്റെ കേന്ദ്രമായി കിടന്നത്. കൽക്കരി ഖനിയുടെയാണ്, ഖനിയിൽ ഇരുട്ടാണ്, ഇരുട്ടിലാണ് അവര് വെട്ടിപ്പ് നടത്തിയത് ഡൽഹിയിൽ. പക്ഷെ കേരളത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന സൂര്യൻ, ആ സൂര്യന്റെ വെളിച്ചത്തിൽ, സൂര്യന്റെ ഊർജമാണ് കേരളത്തിൽ വെട്ടിപ്പിന്റെ മാർഗമായിട്ട്. നമുക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലേക്ക് പിന്നീട് മടങ്ങി വരാം. ശ്രീ PS സലീം, നേരത്തെ MS കുമാർ സൂചിപ്പിച്ച ഒരു കാര്യം,
കേരളത്തിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ മേഖലയിൽ വലിയ മുന്നേറ്റം കേരളത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നിട്ടുമുണ്ട്. പക്ഷേ അതൊക്കെയാണെങ്കിലും ഈ രീതിയിൽ മാലിന്യ കൂമ്പാരത്തിൽ ഭക്ഷണം ചികയുന്ന ആദിവാസി കുട്ടികളുടെ ദൃശ്യങ്ങൾ കേരളത്തിൽ കാണാം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ആ പ്രധാനമന്ത്രി ഇവിടെ ചെയ്തത് എന്നതാണ് അക്കാര്യത്തിൽ BJP നൽകുന്ന വിശദീകരണം. അത് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് സോമാലിയ പോലുള്ള രാജ്യങ്ങളിലാണ് എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റൊരർത്ഥം അതിന് കൽപ്പിക്കേണ്ടതില്ല എന്നാണ് ഇക്കാര്യത്തിൽ BJP നേതൃത്വത്തിൻ്റെ വിശദീകരണം. തൃപ്തികരമാണോ ആ വിശദീകരണം? അല്ല വിജയകുമാർ, ഈ MS കുമാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇത് പറഞ്ഞതൊരു സാധാരണ BJPയുടെ നേതാവല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളം പോലെ സംസ്ഥാനത്തെ സൊമാലിയോട് ഉപമിച്ചതിൻ്റെ അടിസ്ഥാനം ഒരു പത്രത്തിൽ വന്ന ഒരു ചിത്രം, ആ ചിത്രവുമായി ബന്ധപ്പെട്ട് ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായി അങ്ങനെ പറയുമ്പോൾ ആ വാർത്തയുടെ ജെനുവിനെസ് വെരിഫൈ ചെയ്യണ്ടേ? അതിനൊക്കെയുള്ള കൃത്യമായ സംവിധാനം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ട്. ഇവിടെ MS കുമാർ പറഞ്ഞതിൽ ഒരു വസ്തുതാപരമായ ഒരു പിശകുണ്ട്. അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച്. തെറ്റാണ്. കാരണം പട്ടികജാതി വികസന വകുപ്പിനെ കൊണ്ട് ഇങ്ങനെയൊരു വാർത്തയുടെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് കേരള ഗവൺമെൻറ് കയ്യിൽ, മുഖ്യമന്ത്രിയുടെ കയ്യിൽ, പട്ടികജാതി വികസന ക്ഷേമ വകുപ്പിൻ്റെ കയ്യിലുണ്ട്. ഒരു ബേസ്ലെസ് ആയ ഒരു വാർത്ത, ഏതോ ഒരു പത്രത്തിൽ ഏതോ ഒരു ചിത്രവുമായി ബന്ധപ്പെടുത്തി എടുത്തൊരു വാർത്ത, അങ്ങനെ ഒരു വാർത്തയെ ആധാരമാക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രസംഗിക്കുകയും ഇപ്പോൾ അതിനെ കുമ്മൻ രാജശേഖരൻ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. MS കുമാർ ഉപേക്ഷിച്ച ഭാഷയല്ല കുമ്മൻ ഉപയോഗിച്ചത്, വസ്തുതകളെ വസ്തുതകളായി കാണണം എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഈ വാർത്തയെ, ഈ ചിത്രത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉയർത്തിപ്പിടിച്ചപ്പോൾ അതിനെ കേരളത്തിലെ BJP പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. കേരളം സാമൂഹികമായി വളരെ വളരെ ഗുജറാത്തിനേക്കാൾ എത്രയോ ഇരട്ടി മുന്നിലാണെന്നുള്ള ഒരു പകൽ പോലെ ഒരു യാഥാർത്ഥ്യം അത് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യ അരി കൊടുക്കുന്നൊരു ഗവൺമെൻറ്, ഇവിടെ പട്ടിണിയില്ല എന്ന് ഉറപ്പുവരുത്തിയ ഒരു ഗവൺമെൻറ്, അതിനതീതമായി കേരളത്തിൻ്റെ ഉയർന്ന സാമൂഹ്യ ബോധം, ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ഗുജറാത്ത് പോലെ ഒരു സംസ്ഥാനത്തെ ഇത്തരം സാമൂഹ്യക്ഷേമങ്ങളുടെ കാര്യത്തിൽ പിന്നോക്കടിപ്പിച്ച ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് കേരളത്തെ അപമാനിക്കാൻ, അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെങ്കിലും സോമാലിയ എന്ന പട്ടിണി രാജ്യത്തോട് ഉപമിച്ച ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും അസഹിഷ്ണുതയുടെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ APS സലീം, അക്കാര്യത്തിലുള്ള താങ്കളുടെ വിശദീകരണം കൃത്യമാണ്, ബോധ്യപ്പെടുകയും ചെയ്തു. ശ്രീ MS കുമാർ, ഞാനൊരു കണക്ക് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന കണക്കാണ്. സോമാലിയയിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 137 പേർ മരിക്കുന്നുണ്ട്. നവജാത ശിശുക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ 57 ആ മരണം. ദേശീയ ശരാശരി 84. ഗുജറാത്തിൽ 65. BJP ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ മധ്യപ്രദേശിൽ അത് 92. ഇതാണ് കണക്ക്. ഇവിടെ പ്രസക്തമാകുന്ന ചോദ്യം, നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും BJP നേതാവിന് BJP കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ കണക്കുകൾ ഇതാണെന്നിരിക്കെ എങ്ങനെ കേരളത്തെ വിമർശിക്കാൻ കഴിയുന്നു? കേരളം എല്ലാ തരത്തിലും മെച്ചപ്പെട്ടു എന്നല്ല പറയുന്നത്. താരതമ്യേന ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിന് ഒരു മുൻതൂക്കമുണ്ട്. അത് രാജ്യം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് വസ്തുത എന്നിരിക്കെ ഈ ഒരു പത്രവാർത്തയുടെ, ഒരു ചിത്രത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തെ അടച്ച് പട്ടിണി സംസ്ഥാനമെന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ആഹാരം കഴിക്കാൻ ഇല്ലാത്ത സംസ്ഥാനമെന്നോ പിന്നോക്ക വിഭാഗങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനമെന്നോ അങ്ങനെ അടച്ച് ആക്ഷേപിച്ചത് ശരിയാണോ?
ഞാൻ നിങ്ങളോട് ദയവായി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ശ്രീ നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം പ്രസംഗം ഒന്നുകൂടി കേൾക്കണം. നിങ്ങളുടെ ചാനലിൽ ഒന്നുകൂടി അത് സംപ്രേഷണം ചെയ്യണം ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ഭാഗമെങ്കിലും. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വളരെ ദുഃഖകരമായ ഒരു ചിത്രം കണ്ടു. കേരളത്തിലെ പേരാവൂരിൽ ഒരു കുട്ടി മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. സോമാലിയയിൽ നിന്ന് മാത്രമേ ഇത്തരം ചിത്രങ്ങൾ നമുക്കിന്ന് കാണാൻ സാധിക്കൂ. അത് മാത്രമാണ് അത്രയും പറഞ്ഞത്. ബാക്കി നിങ്ങൾ പറഞ്ഞ കണക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വെച്ചുകൊണ്ട് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ സോമാലിയയിൽ മാത്രം ഇന്ന് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഞാൻ കേരളത്തിൽ കണ്ടു എന്ന് പറയുന്നിടത്ത് എന്താ, അത് മാത്രമേ ഉള്ളൂ കാണാൻ. ഇന്ന് സോമാലിയയിൽ മാത്രമേ സമാനമായി പിടിച്ച് നിങ്ങൾ ഇങ്ങനെ ഗുജറാത്തിൽ കാണാം, രാജസ്ഥാനിൽ കാണാം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതിന് സമാനമായ അങ്ങനെ ചിത്രം നമ്മളെ കാണിക്കട്ടെ. റഹീമെ നമ്മുടെ മുന്നിൽ അത്തരം ചിത്രങ്ങളും അത്തരം വാർത്തകളും വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് പേരാവൂരിൽ കണ്ട ഈ ദൃശ്യമാണ്. പ്രധാനമന്ത്രി കണ്ടതും നിങ്ങളും ഞാനും കണ്ടതും അതാണ്. അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് അദ്ദേഹം. മറിച്ച് നിങ്ങൾ പറയുന്ന പോലെ ഗുജറാത്തിലുണ്ടെങ്കിൽ, രാജസ്ഥാനിലുണ്ടെങ്കിൽ, മധ്യപ്രദേശിലുണ്ടെങ്കിൽ അത് വരട്ടെ, ചർച്ച ചെയ്യാം ആ സമയത്ത്. ഇപ്പം നമ്മുടെ മുന്നിലതില്ല. നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു, ഇത് നേരത്തെ തന്നെ ഈ വാർത്ത വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും സാമൂഹ്യക്ഷേമ മന്ത്രിയും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു എന്നൊക്കെ. അന്ന് തന്നെ പത്രവാർത്ത കൊടുത്തത് ജനങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ ഈ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാകുമായിരുന്നല്ലോ. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ആ ചിത്രം വന്നിട്ടും ഇതുവരെ ഗവൺമെന്റ് അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തിയതായോ അവർക്ക് എന്തെങ്കിലും പരിഹാരം കൊടുത്ത് നഷ്ടപരിഹാരം കൊടുത്തതായോ ആ കുടുംബത്തെ സംരക്ഷിച്ചതായോ നമുക്കറിഞ്ഞുകൂടാ. ആ ചിത്രമാണ് ഇന്ത്യയുടെ ദയനീയമായ മനസ്സിൽ നിൽക്കുന്നത്. ശ്രീ PS സലീം, ആ ദയനീയ ചിത്രം അത് ഇന്ത്യയുടെ മനസ്സിൽ നിൽക്കുകയാണ്. അത് നിരന്തരമായി മുറിവേൽപ്പിക്കുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദി അത് പ്രസംഗിച്ചത്. MS കുമാർ അല്ലെ വിജയകുമാർ, അത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന ഒരു ചിത്രമല്ല. പ്രശ്നം അതാണ്. ഒരു ചിത്രത്തിൽ കാണുന്ന ആ രൂപം വെച്ച് മാത്രം അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയുമോ? അതിൻ്റെ നിജസ്ഥിതി നമുക്ക് ബോധ്യമാകുമോ? ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇതുപോലെ ഒരു ചിത്രം, എന്തായാലും പ്രധാനമന്ത്രി വായിച്ച പത്രത്തിൽ വന്നൊരു ഒരു ചിത്രമല്ല. കേരളത്തിൽ MS കുമാറിനെ പോലുള്ള ഏതെങ്കിലും നേതാവ് അദ്ദേഹത്തെ കാണിച്ചൊരു ചിത്രമായിരിക്കും കേരളത്തിൽ വന്നപ്പോൾ. പക്ഷെ ഒരു ഫെഡറൽ സ്റ്റേറ്റായ നമ്മുടേത് പ്രധാനമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളൊരു ആങ്സൈറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റിനോട് വിശദീകരണം തേടണം. ആ വിശദീകരണം ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് വേദിയിലാണെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണെങ്കിലും ഇത്തരം ഒരു പ്രസ്താവന ജനങ്ങളോട് ഇന്ത്യ പ്രധാനമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമല്ലേ? ഇത് സാധാരണ ഒരു BJP ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, കുമ്മനം രാജശേഖരൻ ഈ നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ അതിശക്തമായി പിന്തുണച്ച കുമ്മനം രാജശേഖരൻ ഒരു കാരണവശാലും ഇത്തരമൊരു പ്രസ്താവന, ഇത്തരമൊരു വാർത്തയുടെ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹത്തിനുണ്ടാവില്ല. കാരണം ഇത് കേരളത്തിൽ ജനങ്ങൾ കാണുന്നതല്ലേ. ഇവിടെ പട്ടിണിയില്ലാത്ത ഒരു സംസ്ഥാനത്ത് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നു എന്നൊരു ചിത്രം വന്നാൽ ആ ചിത്രത്തിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നറിയാനുള്ള ബാധ്യത, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്. അത് മുഖ്യമന്ത്രി ചെയ്തല്ലോ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ശ്രീ A റഹീം, ഞാൻ ഈ സോമാലിയ പരാമർശത്തെ പറ്റി അതൊന്നും മാറ്റിവെച്ച് സംസാരിച്ചാൽ, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ, ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിൽ പട്ടിണിയുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ആ മേഖലയിൽ ഉള്ള ജനവിഭാഗങ്ങൾക്ക് പട്ടിണിയുണ്ട്, അവിടെ ദാരിദ്ര്യമുണ്ട്, അവിടെ വലിയ തോതിലുള്ള പിന്നോക്കാവസ്ഥയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, അവിടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നുണ്ട്, അവരെ ചൂഷണത്തിന് വിധേയരാക്കുന്നുണ്ട്, അതുപോലെ അവിടെ കുട്ടികളുടെ മരണം സംഭവിക്കുന്നുണ്ട്, പോഷകാഹാര കുറവുകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, താങ്കളോട് ചോദിക്കുന്നത് അതാണ്, പ്രധാനമന്ത്രി പറഞ്ഞതിൽ ഈ സോമാലിയ പരാമർശം മാറ്റിവെക്കുക. പ്രധാനമന്ത്രി പറഞ്ഞതിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇതിനെക്കാട്ടിലും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. അതൊക്കെ മാറ്റിവെച്ചാൽ നമ്മൾ കാതലായ പ്രശ്നങ്ങളെ ഇനിയും അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ? തെരഞ്ഞെടുപ്പിൽ അതൊക്കെ സംസാരിച്ചു പോകേണ്ടതില്ലേ? ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതില്ലേ? ഏറ്റവും ഒടുവിൽ ജിഷയുടെ മരണം, സാമൂഹ്യമായി എത്ര അരക്ഷിതാവസ്ഥയിലായിരുന്നു ആ കുടുംബം ജീവിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ 1.5 ആഴ്ചയായി
ഒരാഴ്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ഈ പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ താരതമ്യത്തിൻ്റെ വലിയ തോതിലുള്ള പിശക് മാറ്റിവെച്ചാലും അതിലെ വസ്തുതകൾ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാനത് തള്ളിക്കളയുന്നില്ല. താങ്കൾ പറയുന്നതിന് വളരെ അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടി ഞാൻ എടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ ഇന്ത്യ എന്ന് പറയുന്നൊരു ഫെഡറൽ സ്റ്റേറ്റ് അല്ലേ? ആ ഫെഡറൽ സ്റ്റേറ്റിനുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയത്. അത് ഈ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ചരിത്രം മുതൽ ഇങ്ങോട്ട് 57 വന്ന ഒന്നാമത്തെ EMS മന്ത്രിസഭയുടെ ക്യാബിനറ്റ് എടുത്ത തീരുമാനം മുതൽ ഇങ്ങോട്ട് വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, നേരത്തെ താങ്കൾ തന്നെ അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങൾ, അത്രയും നേട്ടത്തിലേക്ക് നമ്മൾ കടന്നുപോയി. പക്ഷേ ഇവിടെ വന്ന സംഭവം എന്നാണ്, അതിൽ തന്നെ നമുക്ക് എല്ലാ നേട്ടങ്ങളും പൂർത്തീകരിക്കാനായില്ല. മുഴുവനായി മുന്നേറി നമുക്ക് വിജയത്തിലും ലക്ഷ്യത്തിലും എത്താനും കഴിഞ്ഞില്ല. പക്ഷേ ആ ഘട്ടത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങളിൽ സംഭവിച്ച കാര്യം എന്താണ്? അതാണ് ഞാൻ നേരത്തെ ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ അസമത്വങ്ങളുടെ രാഷ്ട്രമായി മാറി. പരമ്പരാഗത മേഖല തുടർച്ചെയ്യപ്പെട്ടു. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, പട്ടിണി മാറ്റി. അവരുടെ പരമ്പരാഗത മേഖല, അവരുടെ തൊഴിൽ മേഖലകൾ, അവരുടെ സാംസ്കാരിക സ്വത്വം എല്ലാം നഷ്ടപ്പെടുകയാണ്. ഇത് നഷ്ടപ്പെടുന്ന ഒരു പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ ഈ ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും ബാധിച്ചതുപോലെ കേരളത്തിലും അത് ബാധിച്ചു. അവരുടെ വരുമാനം കുറഞ്ഞു, ജീവിത ചെലവ് ഉയർന്നു, അവർ കൂടുതൽ കടക്കണിയിലേക്ക് ചെന്നപ്പെട്ടു, പലിശക്കാരവർക്ക് ആശ്രയിക്കേണ്ടി വന്നു. ഇത് ഈ പറയുന്ന ഒരു സൈക്കിളാണ്, ഈ പറയുന്ന ഒരു കൃത്യമായ ഒരു പാറ്റേൺ. ഈ പാറ്റേൺ ഉണ്ടാക്കിയെടുത്തത് ഈ ഇന്ത്യയിലാകെയുള്ള നിലനിൽക്കുന്ന ഈ പുതിയ സംവിധാനമാണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്കല്ലേ? ഇത് സംബന്ധിച്ച് ശ്രീ MS കുമാർ പറഞ്ഞതുപോലെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടി ചർച്ച നടത്തുകയാണെങ്കിൽ ഇത്തരം ദയനീയ മുഖങ്ങൾ ഒരു വശത്തും, അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, അദാനിമാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ നയവും തമ്മിൽ ആ വ്യത്യാസം സൃഷ്ടിക്കുന്നത് നിങ്ങളാണ്, നിങ്ങൾ കൂടിയാണ്. അതിൽ നിങ്ങൾക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാനാകും? അതാണ് എൻ്റെ ഭാഗം. അതവിടെ താങ്കളുടെ ചോദ്യത്തിൻ്റെ പ്രതികരണം അതാണ്. രണ്ടാമതൊന്ന് ഇവിടെ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കൂ, ആദ്യമായിട്ടാണോ ശ്രീ കുമ്മനവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ കേരളത്തെ അപമാനിക്കുന്നത്? അവരുടെ മുഖപത്രത്തിൽ എന്താണ് അടിച്ചുവിട്ടത്? കേരളം ചെകുത്താന്മാരുടെ നാടെന്ന് പറഞ്ഞു. എത്രയോ ഭീകരമായി, എത്രയോ വളരെ മോശമായി ഈ കേരളത്തെ, ദൈവത്തെ സ്വന്തം നാടിനെ അവർ ആക്രമിച്ചു. ഈ കേരളത്തിലെ മുഴുവൻ മലയാളികളുടെയും ആത്മാഭിമാനത്തെ അവർ ചോദ്യം ചെയ്തു. ഇവിടെ വ്യഭിചാരം നടക്കുന്നു, എന്തെല്ലാമാണ് പറഞ്ഞത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ വേദിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞില്ലേ? എന്തിനാണ് ഇത് തുടരുന്നത് ഇങ്ങനെ? ഇപ്പോൾ കുമ്മനം വീണ്ടും ആവർത്തിക്കുന്നു. എന്താണ് ഇതിങ്ങനെ തുടരുന്നതിൻ്റെ കാരണം? ഇവിടെ രണ്ടാമത് വേറൊരു കാര്യം കൂടി എനിക്ക് സംശയമുള്ളത്, നിങ്ങൾ നോക്കൂ, ഇലക്ഷൻ്റെ ഈ അവസാന ലാപ്പിലേക്ക് കടന്നു പോകുമ്പോൾ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കേരള ഗവൺമെൻറ്റിനെതിരെ അഴിമതി, അതുപോലെ വിലക്കയറ്റം, നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. കുട്ടികളുടെ പാഠപുസ്തകം ഇത് ഇപ്പോഴും അച്ചടി പൂർത്തിയായിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ചർച്ചയാകുന്ന ഘട്ടത്തിൽ ഇവിടെ സോമാലിയ ചർച്ചയാവുകയാണ്. അതിന് ഉമ്മൻചാണ്ടിയും ശ്രീ സലീമുമെല്ലാം നരേന്ദ്രമോദിക്കും കുമ്മനം രാജശേഖരനും നന്ദി രേഖപ്പെടുത്തണം. ഇത് ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമാണെന്ന് കൂടി സംശയിച്ചാൽ തെറ്റു പറയേണ്ടതില്ല. ഇവിടെ ചർച്ചയാകേണ്ടത് സോമാലിയയല്ല. ഇവിടെ ചർച്ചയാകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബറിന്റെ വിലയിടിവ് മുതൽ അഴിമതി. ശ്രീ PS സലീം, മുഖ്യമന്ത്രിയുടെ കുട്ടനാട്ടിലെ പ്രസംഗം കേരളത്തിലെ പല മണ്ഡലങ്ങളിലും, അല്ലെങ്കിൽ ചില മണ്ഡലങ്ങളുടെ പേരെടുത്തു പറഞ്ഞു, അവിടെ BJPയും UDFും തമ്മിലാണ് പോരാട്ടം. അത്തരം മണ്ഡലങ്ങളിൽ CPIM LDF 3ാം സ്ഥാനത്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ വിവാദമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടയിൽ VS അച്യുതാനന്ദൻ ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. അന്നൊന്നും കൃത്യമായ മറുപടി പറയാതെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം രേഖകളിലുണ്ട്, അത് VSന് പരിശോധിച്ചാൽ മതിയെന്നായിരുന്നു ഉമ്മൻചാണ്ടി നൽകിയ വിശദീകരണം. പക്ഷേ മോദിയുടെ ചോദ്യങ്ങൾക്ക്, മോദിയുടെ പ്രസംഗങ്ങൾക്കൊക്കെ അപ്പോഴപ്പോൾ മറുപടി കൊടുക്കുകയാണ് മുഖ്യമന്ത്രിയും മറ്റു കോൺഗ്രസ് നേതാക്കളും. എന്താണ് ഇവിടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? നേരത്തെ റഹീം ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിൽ കോൺഗ്രസും BJPയും തമ്മിലാണ്, UDFും BJPയും തമ്മിലാണ് മത്സരം എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി ഇവിടെ ഉമ്മൻചാണ്ടി ഈ വിഷയത്തിൽ പയറ്റുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല വിജയകുമാർ, ഇതിന്റെ പ്രശ്നം അതല്ല. കേരളത്തിൽ UDFനെയും ഉമ്മൻചാണ്ടി എതിർക്കുന്ന രണ്ട് മുന്നണികൾക്കും ഒരു ദിശാബോധം ഇല്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ വസ്തുതാപരമായി പ്രശ്നങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടനാട്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞതാ, കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും UDFും BJPയും തമ്മിൽ മത്സരം പറഞ്ഞില്ല. പക്ഷേ BJP ശക്തമായി വെല്ലുവിളി ഉയർത്തുന്ന മണ്ഡലങ്ങളിൽ CPM അല്ലെങ്കിൽ LDF 3ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന അപകടകരമായ യാഥാർത്ഥ്യം കേരളത്തെയും CPMനെയും ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തിട്ട്. അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന നിലയിലല്ല,
മറിച്ച് CPM ഓർമ്മിക്കേണ്ട, CPM തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ CPM മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു. മഞ്ചേശ്വരം ഒന്ന് ചോദിച്ചോട്ടെ. അല്ല റഹീം, എനിക്ക് മനസ്സിലാവുന്നു. മഞ്ചേശ്വരം, നിയമത്ത് നിങ്ങൾ വട്ടിയൂർക്കാവ്. റഹീം ചോദിച്ചോളൂ, വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്, ചോദിച്ചോളൂ. ആ വിഷയത്തിൽ ഒരു മറുപടി ആവശ്യവുമാണല്ലോ. ഞാൻ ചോദിക്കോളൂ. ഞാൻ ചോദിക്കട്ടെ, നിയമത്ത് ശ്രീ സലീം നിങ്ങൾ എന്ത് കാര്യമാണ് പറയുന്നത്? നിയമത്ത് എവിടെയാണ് നിങ്ങളുടെ സ്ഥാനം? രണ്ട്, വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറയുന്നു കുമ്മനം രാജശേഖരൻ നിങ്ങൾ മത്സരിക്കുന്ന BJP പോലും പറയില്ലല്ലോ അത്. അവിടെ കെ മുരളീധരൻ TN സീമയും തമ്മിലാണ് മത്സരം. നിങ്ങൾ എന്തേ അതിലേക്ക് തിരുങ്ങുന്നു? തിരുവനന്തപുരം മണ്ഡലത്തില് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലോക്കൽ ബോഡീസ് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. അത് രാഷ്ട്രീയമല്ല. ലോക്കൽ ബോഡീസിന്റെ കണക്കുകൾ നമുക്ക് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു ഇൻഡിക്കേഷനായി കാണാൻ കഴിയില്ല. നമ്മുടെ മുമ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തിന് സ്ഥിതി നോക്ക്. അവിടെ മത്സരം ശശി തരൂരും എന്താണ് നോക്കേണ്ടത്? പറയൂ റഹീം, പറഞ്ഞോളൂ. ഞാനൊരു കാര്യം, ശ്രീ വിജയകുമാർ, എനിക്കൊരു സംശയം. കോൺഗ്രസിന്റെ നേതാവ് സലീം തന്നെയല്ലേ സംസാരിക്കുന്നത്? BJP വ്യക്തമാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു വരുമ്പോൾ. അദ്ദേഹം BJPക്ക് വേണ്ടി പറയുന്നതാണല്ലോ. BJP ഉന്നയിക്കുന്ന ഇതേ കാര്യങ്ങളാണ്. BJP കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ പോലും BJP ഒന്നാം സ്ഥാനത്ത് വന്നില്ല. അവർ ആ റിസൾട്ടിനെ തള്ളി പറയുന്നു. പറഞ്ഞിട്ട് അവർ പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങൾ നോക്കൂ. അതേ കഴിഞ്ഞ ചർച്ചകളിൽ JR പത്മകുമാറും ശ്രീ MS കുമാറും VV രാജേഷിനോടും എല്ലാം ഏറ്റുമുട്ടുമ്പോൾ അവർ പറഞ്ഞ അതേ കാര്യം സലീം പറയുന്നു. ഇതാണ് കേരളത്തിൽ. കേരളം ഇത് കണ്ണു തുറന്ന് കാണണം. ഏറ്റവും സന്തോഷം പ്രകടിപ്പിക്കുന്നയാൾ MS കുമാറായിരിക്കും. MS കുമാറിനായിരിക്കും ഇക്കാര്യത്തിൽ ഏറെ സന്തോഷം. അവരായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത്, അല്ലേ കുമാർ? താങ്കൾക്കല്ലേ ഈ ചർച്ചയിൽ ഏറ്റവും സന്തോഷം? അല്ല വിജയകുമാർ, അങ്ങനെ ആരും സന്തോഷിക്കേണ്ട കാര്യമില്ല. ഇവർ രണ്ടു കൂട്ടരും കണ്ണടച്ചാൽ ഇരുട്ടാവില്ല. നിങ്ങൾ 2 ദിവസമായി ശ്രീമാൻ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും കോടിയേരി ബാലകൃഷ്ണനും VS അച്യുതാനന്ദനും എല്ലാം സംസാരിക്കുന്ന ഒരേ ഭാഷയിലാണ്. BJPയെ ഒരു കാരണവശാലും ഞങ്ങൾ നിയമസഭയിൽ കടത്തില്ല എന്ന്. അത് അണികൾക്ക് കൊടുക്കുന്ന സന്ദേശമല്ലേ? കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് ചെയ്തത്, നേമത്ത് ചെയ്തത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചെയ്തത്, ഇതൊക്കെ തന്നെ ഇവർ ഇനി ആവർത്തിക്കുന്നതാണ് അതിന്റെ സൂചന. അതുകൊണ്ട് ഇപ്പൊ തന്നെ ചെയ്യുന്ന എന്താ? നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ പ്രസക്തമായ പല കാര്യങ്ങളുണ്ട്, ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. അഴിമതി എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഇടതുപക്ഷ മുന്നണി എന്തുകൊണ്ട് അഴിമതി ചർച്ച ചെയ്യുന്നില്ല? അഴിമതി കേസിൽ ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെട്ട ഏക രാഷ്ട്രീയ നേതാവാണ് ശ്രീ R ബാലകൃഷ്ണപിള്ള. ബാലകൃഷ്ണപിള്ളയെ കൂടെ കൂട്ടിക്കൊണ്ട് അഴിമതിക്കെതിരെ സമരം ചെയ്യാനോ ചർച്ച ചെയ്യാനോ അവർക്ക് പറ്റുമോ? അതുപോലെ UDF ഈ കഴിഞ്ഞാലും അവരെ അഴിമതി തീരുവോ? എത്രമാത്രം അഴിമതി, വിലക്കയറ്റം, വിദ്യാഭ്യാസ രംഗത്ത്, വ്യാവസായിക രംഗത്ത്, കാർഷിക രംഗത്തുണ്ടായ പിന്നോട്ട് പോക്ക്, 60 വർഷം മാറി ഭരിച്ച് ഈ രാജ്യത്തെ നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം, ഇതൊക്കെ ചർച്ച ചെയ്യാതിരിക്കാനാണ് ഇവർ നിഴൽ യുദ്ധം നടത്തുന്നത്. നരേന്ദ്രമോദി 1 മണിക്കൂർ പ്രസംഗിച്ചാൽ അത് ഒരു വാക്കിൽ പിടിച്ചുകൊണ്ട് ചർച്ച ചെയ്ത് കേരളത്തിൽ രാഷ്ട്രീയ അജണ്ട മാറ്റാൻ, തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നടത്തുന്ന ഈ പാഴ്ശ്രമം അത് പക്ഷേ നടക്കൂല. കേരളത്തിലെ ജനങ്ങൾ അത് അറിഞ്ഞ് വിധിയെഴുതും. അതാണ് BJPയുടെ അക്കാര്യത്തിലുള്ള വിശദീകരണം. ശ്രീ റഹീം, ചുരുങ്ങിയ വാക്കുകളിൽ പറയണം, ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് സമയം അതിക്രമിച്ചു. ശ്രീ എം എസ് കുമാർ, അഴിമതിയെ കുറിച്ച് താങ്കൾ വാദോരാതെ പറഞ്ഞു. എന്റെ കയ്യിലിരിക്കുന്നത് SN ട്രസ്റ്റിന്റെ, ശ്രീനാരായണ ട്രസ്റ്റിന്റെ സാമ്പത്തിക വിശദീകരണമാണ്. 96 മുതൽ 2013 വരെ. ക്യാമറയിൽ ഇത് കാണുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണെന്നറിയോ, 904 നിയമനങ്ങൾ നിങ്ങളുടെ നേതാവ് NDAയുടെ നേതാവ് വെള്ളാപ്പള്ളി നരേന്ദ്രൻ പറയട്ടെ. അല്ല അങ്ങനെ ഞാൻ പറയട്ടെ. അല്ല ശ്രീ വിജയകുമാർ, ഒരവസരം, ഒറ്റ മിനിറ്റ് നിങ്ങൾ നോക്കൂ. ഉമ്മൻചാണ്ടി അടൂർ പ്രകാശിനെയും ബാബുവിനെയും അഴിമതിക്കാരായി നിർത്തിയത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ BJP കേരളത്തിൽ അഴിമതിക്കാരായ MLAയോ ആരെയും നിർത്തിയ കാര്യം അവർക്കിതൊരു MLA ഇല്ല. പക്ഷെ നിങ്ങൾ മുന്നിൽ നിർത്തുന്നാരാ? നിങ്ങൾ ഹെലികോപ്റ്റർ കൊടുത്തത്
വെള്ളാപ്പള്ളിക്ക് കുമ്മനം രാജശേഖരൻ ഒരു സ്കൂട്ടി പോലും വാങ്ങിക്കൊടുത്തില്ല. നിങ്ങളുടെ അമിത്ഷായുടെ ഏറ്റവും വലിയ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഒരു കാര്യം കൂടി എല്ലാവരെയും പരാമർശങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങളോ മറുപടിയോ നൽകാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്പൂണിത്തുറയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ എ റഹീം, ശ്രീ PS സലീം, ശ്രീ MS കുമാർ, എല്ലാവർക്കും നന്ദി.